വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള LSS എക്സാമിന് ഉപകാരപ്രദമായിട്ടുള്ള ചോദ്യങ്ങൾ, അതുമാത്രമല്ല ഈ ഒരു പാഠഭാഗം ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന പാഠഭാഗമാണിത്. അപ്പോൾ ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ടീച്ചേഴ്സിന് അവരുടെ നോട്ടിലേക്ക്, കുട്ടികളുടെ നോട്ടിലേക്ക് എഴുതി കൊടുക്കാൻ, അവർക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് ആയ രീതിയിൽ എഴുതി കൊടുക്കാനായിട്ടുള്ള ഒരു നോട്ടും കൂടിയാണ്. പ്രത്യേകിച്ച് LSSകാർക്ക് ഒരുപാട് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എനിക്കിങ്ങനെ ഒരു നോട്ട് ലഭിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഒരുപാട് പേര് ഇതിൻ്റെ നോട്ട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. കാരണം ഇത്രയും വലിയൊരു പാഠഭാഗം കുട്ടികളിൽ എത്തിക്കുക മാത്രമല്ല, അത് പഠിപ്പിച്ചെടുക്കുകയും വേണം. അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യങ്ങൾ 40-45ഓളം ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. EVSൻ്റെ ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന പാഠത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇതിലുള്ളത്. 4ാം ക്ലാസ്സിലെ 2ാമത്തെ പാഠഭാഗമാണ്. ഫസ്റ്റ് ചോദ്യം, വൈ ഡിഡ് ഫോറിനേഴ്സ് ഫസ്റ്റ് കെയിം ടു ഇന്ത്യ? എന്തിനു വേണ്ടിയിട്ടാണ് അവർ ആദ്യമായിട്ട് ഫോറിനേഴ്സ് ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ളത്? ടു ബൈ സ്പൈസസ് ആൻഡ് ടെക്സ്റ്റൈൽസ്. നമ്മുടെ നാട്ടിൽ അവരുടെ നാടുകളിൽ ലഭിക്കാത്ത ഒരുപാട് സ്പൈസസ്, ടെക്സ്റ്റൈൽസ് ഇതൊക്കെ ലഭ്യമാണ്. അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് അവർ നമ്മുടെ നാടുകളിൽ എത്തിയിട്ടുള്ളത്. ചോദ്യം, വൈ were ഇന്ത്യൻസ് unable to hold their own in the struggle with the British? അതിന് ആൻസറായിട്ട് നമുക്ക് പറയാം, എന്തുകൊണ്ടാണ് നമുക്ക് പരാജയം സംഭവിച്ചത്? ബ്രിട്ടീഷുകാർക്ക് ആവശ്യത്തിനുള്ള വെപ്പൺസും അവർക്ക് പുതിയ പുതിയ വാർ ഐഡിയാസും ഉണ്ടായിരുന്നു. ദ ഹാഡ് ഗുഡ് വെപ്പൺസ് ആൻഡ് വാർ ഐഡിയാസ്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് വിജയിക്കാൻ കഴിയാതിരുന്നത്. തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണത്. ചേർന്ന് വരുന്ന മറ്റൊരു ചോദ്യം തന്നെയാണ്, ഹൗ കുഡ് ദ ഫോറിനേഴ്സ് ഈസിലി എസ്റ്റാബ്ലിഷ് പവർ ഇൻ ഇന്ത്യ? എങ്ങനെയാണ് ഇത്ര എളുപ്പത്തിൽ അവർക്ക് നമ്മുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് സാധിച്ചത്? അതിൻ്റെ ഉത്തരം മറ്റൊന്നും തന്നെയല്ല. ദ വാസ് നോ യൂണിറ്റി എമംഗ് ദ ഇന്ത്യൻ റൂളേഴ്സ്. ഇന്ത്യൻ റൂളേഴ്സിൻ്റെ ഇടയിൽ ഭിന്നിപ്പായിരുന്നു. ആരും തന്നെ ഒരുമിച്ചല്ലായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് എന്നത് ഒറ്റ ശക്തിയായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് നമ്മെ എളുപ്പത്തിൽ പിടിച്ചടക്കാനായിട്ട് സാധിച്ചത്. നെക്സ്റ്റ് വൺ, എ ഷോർട്ട് നോട്ട് അബൌട്ട് സാൾട്ട് സത്യാഗ്രഹ. തീർച്ചയായിട്ടും പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. കുട്ടികൾക്ക് വളരെ വലിയ സെൻറ്റൻസിലൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഇറ്റ് took place in 1930. It was against the SALT law. Gandhiji and other leaders marched to Dandi. They made SALT. They broke the law. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ മതി. നമുക്കിത് മലയാളത്തിൽ ഒന്ന് പറയാം.
ഇത് സംഭവിക്കുന്നത് സാൾട്ട് സത്യാഗ്രഹം എന്ന് പറയുന്നത് സംഭവിക്കുന്ന 1930 എന്ന വർഷത്തിലാണ്. ഈ ഒരു സംഭവം സാൾട്ട് ലോ എന്നൊരു നിയമം വന്നതിനെ എതിർത്തുകൊണ്ട് ഗാന്ധിജി മുന്നോട്ട് വെച്ച ഒരു ആശയമാണ്. ഉപ്പിന് നികുതി കൊടുക്കുക എന്നുള്ളതാണ് സാൾട്ട് ലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗാന്ധിജിയും മറ്റ് ലീഡേഴ്സും ദണ്ഡി എന്ന് പറയുന്ന കടപ്പുറത്തേക്ക് മാർച്ച് നടത്തുകയും അവർ ഈ സാൾട്ട് ലോ ബ്രോക്ക് ചെയ്തുകൊണ്ട് ദേ ബ്രോക്ക് ദ ലോ ആൻഡ് ദേ മെയ്ഡ് സാൾട്ട്, അവരവിടെ വെച്ചിട്ട് സോൾട്ട് ഉണ്ടാക്കി. അതിനെയാണ് നമ്മൾ ഈ സാൾട്ട് ലോ ലംഘിച്ചുകൊണ്ടുള്ള ദണ്ഡി യാത്ര എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5-ാമത്തെ ചോദ്യം, റൈറ്റ് ഷോർട്ട് നോട്ട് അബൌട്ട് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. എന്താണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഗാന്ധിജിയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ ഗാന്ധിജി ഇൻ ദ ഇയർ ഓഫ് 1942. നമ്മൾ നോട്ടായിട്ട് എഴുതുമ്പോൾ ഇൻ 1942 എന്നുള്ളത് മതി. ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ ഗാന്ധിജി ഇൻ 1942. ഇറ്റ്സ് സ്ലോഗൻ, 2 സ്ലോഗൻസ് ആണ് ഈ ക്വിറ്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ക്വിറ്റ് ഇന്ത്യ മീൻസ് ലീവ് ഇന്ത്യ, ഇന്ത്യ വിടുക എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട മറ്റൊന്ന് ഗാന്ധിജിയുടെ സ്ലോഗൻ എന്നറിയപ്പെടുന്നത് ഡു ഓർ ഡൈ. അതും ബന്ധപ്പെട്ടിരിക്കുന്നത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്ക് 2 കാര്യങ്ങളാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൽ പഠിക്കാനുള്ളത്. ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ ഗാന്ധിജി ഇൻ 1942 എന്നുള്ളതും ഇറ്റ്സ് സ്ലോഗൻ ഇറ്റ് വാസ് ക്വിറ്റ് ഇന്ത്യ ആൻഡ് ഡു ഓർ ഡൈ. ഡു ഓർ ഡൈ എന്നുള്ളത് ഗാന്ധിജിയുടെയും ക്വിറ്റ് ഇന്ത്യ എന്നുള്ളത് ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ടോട്ടലായിട്ടുള്ള ഒരു സ്ലോഗൻ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നത് വാട്ട് വാസ് സാൾട്ട് ലോ? നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ് സാൾട്ട് ലോ എന്ന് പറയുന്നത്. ആസ് പെർ ദിസ് ലോ ഇന്ത്യൻസ് ഹാഡ് ടു പേ ടാക്സസ് ടു മേക്ക് സാൾട്ട്. സാൾട്ട് ഉണ്ടാക്കുന്നതിനോ ഉപയോഗിക്കുന്നതിനോ ഇന്ത്യൻസ് ടാക്സ് കൊടുക്കണം എന്നുള്ളതാണ് സാൾട്ട് ലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സാധാരണക്കാരായ ഇന്ത്യക്കാർക്ക് സാധ്യമല്ലാത്ത ഒരു കാര്യമായതിനാലും അത് ജനങ്ങൾക്ക് എളുപ്പമല്ല എന്നുള്ളത് കൊണ്ടുമാണ് ഇതിനെ എതിർത്തുകൊണ്ട് ഗാന്ധിജി ദണ്ഡി മാർച്ച് 1930 1930 എന്ന ഇയറിൽ നടത്തിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് സാൾട്ട് ലോ എന്നുള്ളതും പഠിച്ചു വയ്ക്കേണ്ട കാര്യമാണ്. ഇന്ത്യൻസ് ഹാഡ് ടു പേ ടാക്സസ് ടു മേക്ക് സാൾട്ട് എന്നതാണ് സാൾട്ട് ലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെൻ ഈസ് ക്വിറ്റ് ഇന്ത്യ ഡേ? ക്വിറ്റ് ഇന്ത്യ നമ്മൾ പറഞ്ഞു 1942 ഈ ഒരു ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടക്കുന്നത്. പക്ഷേ ക്വിറ്റ് ഇന്ത്യ ഡേ എന്ന് പറയുന്നത് August 9 ആണ്. നെക്സ്റ്റ് വൺ, ഹൂ ഈസ് നോൺ ആസ് കേരള ഗാന്ധി? കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? കെ കേളപ്പൻ. കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം സം ഫ്രീഡം ഫൈറ്റേഴ്സ് ഓഫ് കേരള. കേരളത്തിലുള്ള കുറച്ച് ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ പേരാണ് നമ്മൾ പറയേണ്ടത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കേളപ്പൻ, ടി മാധവൻ, പി കേശവമേനോൻ, കെ ഗോപാലൻ, ജി എന്നറിയപ്പെടുന്ന കെ ഗോപാലൻ, അക്കമ്മ ചെറിയാൻ, കുട്ടിമാളുവമ്മ. ഇവരെല്ലാമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേരളത്തിലെ നേതാക്കൾ. റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് മലബാർ റെബല്യൻ. എന്താണ് മലബാർ റെബല്യൻ അഥവാ മലബാർ ലഹള എന്ന് പറയുന്നത്? മലബാർ ലഹള 1921 1921 എന്ന ഇയറിലാണ് സംഭവിക്കുന്നത്. ഇറ്റ് ടുക്ക് പ്ലേസ് ഇൻ 1921. ഇറ്റ് ഓൾസോ റിലേറ്റഡ് ടു, ഈ ഒരു മലബാർ റെബല്യൻ എന്ന് പറയുന്ന ഒരു സംഭവം ബന്ധപ്പെട്ട് കിടക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ അറിയപ്പെടുന്ന മറ്റൊരു പേര് മാപ്പിള റിവോൾട്ട് എന്നാണ്. മാപ്പിള ലഹള. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മാപ്പിള റിവോൾട്ട്. ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഖിലാഫത്ത് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു മലബാർ ലഹള അല്ലെങ്കിൽ മലബാർ റെബല്യൻ സംഭവിക്കുന്നത്. ഇറ്റ് വാസ് ഇൻ ദ കണക്ഷൻ വിത്ത്
ഖിലാഫത്ത് മൂവ്മെൻറ്റ്. 1921 ആണ് മലബാർ റെബല്യൻ്റെ ഇയർ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മാപ്പിള റിവോൾട്ട്. മലബാർ എന്ന് പറയുന്ന സ്ഥലം ഒരുപാട് മുസ്ലിംസ് ഉള്ള ഏരിയാസ് ആണ്. അതുകൊണ്ടാണ് മാപ്പിള റിവോൾട്ട് എന്നുകൂടി ഇത് അറിയപ്പെടുന്നത്. ഇറ്റ് വാസ് ഇൻ ദ കണക്ഷൻ വിത്ത് ഖിലാഫത്ത് മൂവ്മെൻറ്റ്. ഖിലാഫത്ത് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു സംഭവമാണ് മലബാർ റെബല്യൻ എന്ന് പറയുന്ന 1921 ഈ ഒരു സംഭവം. ഇത് മലബാർ ഏരിയയിലാണ് കൂടുതൽ പ്രശ്നങ്ങൾ, അതായത് ആ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട് നടന്ന ഒരുപാട് സംഭവങ്ങളുടെ ഒരു പേരാണ്. ഒരുപാട് റിലേറ്റ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് വാഗൺ ട്രാജഡി. എന്താണ് വാഗൺ ട്രാജഡി? വാഗൺ ട്രാജഡി എന്ന് പറയുന്നത് ഒരു റെയിൽവേയുമായി ഒരു ബോഗിയിൽ ആൾക്കാരെ കുത്തി നിറച്ച് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന മരണത്തെ ആണ് വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്. നമുക്കിത് എങ്ങനെ എഴുതാം എളുപ്പത്തിൽ എന്ന് നോക്കാം. ഇറ്റ് വാസ് ഇൻ 1921 ആസ് പാർട്ട് ഓഫ് മലബാർ റെബല്യൻ. മലബാർ റെബല്യനുമായി ചേർന്ന് ഉണ്ടായ ഒരു സംഭവമാണ്. സം പ്രിസണേഴ്സ് were taken to Coimbatore in a goods wagon. Many of them were died in the wagon. 1921 ആസ് എ പാർട്ട് ഓഫ് മലബാർ റെബല്യൻ ആണ് ഇത് സംഭവിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് പിടിച്ച കുറച്ച് പ്രിസണേഴ്സ്, കുറച്ച് കലാപകാരികളെ മലബാറിലെ അവിടെ നിന്നും ഒരു ഗുഡ്സ് ട്രെയിനിൽ കുത്തി നിറച്ച് കോയമ്പത്തൂർക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. അവിടെ വെച്ചിട്ട് അവിടെ എത്തുന്നതിന് മുമ്പ് ഇത് തുറന്നപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ ഉള്ളിൽ ശ്വാസം കിട്ടാതെ മരിച്ചു കിടക്കുന്നത് കണ്ടു. ആ ഒരു സംഭവമാണ് വാഗൺ ട്രാജഡി എന്നറിയപ്പെടുന്നത്. മറ്റൊരു ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷകൾക്ക്. നമുക്ക് LSSന് തന്നെ ആകണമെന്നല്ല, നമ്മുടെ ക്രിസ്മസ് ഓണം എക്സാമിനൊക്കെ ചോദിക്കാവുന്ന ഒന്നാണ് ഗാന്ധിജിയെ പറ്റിയിട്ടുള്ളൊരു കുറിപ്പ്. റൈറ്റ് അബൌട്ട് ഗാന്ധിജി. ഗാന്ധിജി ഈസ് അവർ ഫാദർ ഓഫ് നേഷൻ. ഹി വാസ് ബോൺ on 2nd October 1869. He was born on 2nd October 1869 at Porbandar in Gujarat. He had simple living and higher thinking. His autobiography is My Experiments with the Truth. He believed in truth and non-violence. He was called as Babuji. He led the freedom. ഫ്രീഡത്തിലേക്ക് നയിച്ച മൈ എക്സ്പെരിമെൻറ്റ്സ് വിത്ത് മൈ ട്രൂത്ത് എന്ന ഓട്ടോബയോഗ്രഫി എഴുതിയ, സത്യത്തെയും നോൺ വയലൻസിനെയും മുറുകെ പിടിച്ച ഒരു വ്യക്തിയായിരുന്നു ഗാന്ധിജി എന്നത്. വളരെ സിമ്പിളായിട്ട് അദ്ദേഹത്തെ പറ്റി എഴുതാവുന്ന 6-7 സെൻറ്റൻസാണിത്. തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റും കുട്ടികൾക്ക്. ഇത് എന്തായാലും യൂസ്ഫുൾ ആകും എന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം. He led the freedom struggle and he was killed on January 13, 1948. മരണപ്പെട്ടത് ജാനുവരി 13, 1948 അദ്ദേഹം ഫ്രീഡത്തിലേക്ക് നയിച്ച ഒരു വ്യക്തിയായിരുന്നു ഗാന്ധിജി. ഫ്രീഡം സ്ട്രഗിൾ എന്ന ഒരു സംഭവത്തിന് മുൻപേ നിന്ന് നയിച്ച് നമുക്ക് ഫ്രീഡം വാങ്ങിത്തന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒന്നാണ് ഗാന്ധിജി. നെക്സ്റ്റ് വൺ, റൈറ്റ് അബൌട്ട് നെഹ്റു. നെഹ്റുവിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. അവർ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ. നെഹ്റു വാസ് ബോൺ ഓൺ November 14th, 1889. ഹിസ് ബർത്ത്ഡേ ഈസ് സെലിബ്രേറ്റഡ് ആസ് ചിൽഡ്രൻസ് ഡേ. നമുക്കറിയാം November 14th. He was our first prime minister. Children called him Chachaji. He worked with Gandhiji for our freedom, for India's freedom. ഇന്ത്യയുടെ ഫ്രീഡത്തിന് വേണ്ടി ഗാന്ധിജിയോടൊപ്പം പ്രവർത്തിച്ച ചാച്ചാജി എന്ന് വിളിക്കപ്പെടുന്ന ഗാന്ധിജി ജനിച്ചത് November 14th, 1889 അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ് നമ്മൾ ചിൽഡ്രൻസ് ഡേ ആയി സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നെഹ്റുവിനെ പറ്റിയിട്ട് പറയാനുള്ളത്. നമുക്കറിയാം
ജവഹർലാൽ നെഹ്റു ആണ് നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ എന്നത്. അതുകൂടി നമ്മൾ മറക്കാതെ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഈസ് നോൺ ആസ് നേതാജി? നേതാജി എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ നെഹ്റുവിനെ ഓർക്കരുത്. നേതാജി എന്ന് പറയുന്നത് അറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസ് എന്ന വ്യക്തി ഇന്ത്യക്ക് പുറത്ത് നിന്ന് ഇന്ത്യയെ നയിച്ച ഒരു വ്യക്തിയാണ്. അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജപ്പാൻ എന്ന സ്ഥലത്ത് പോയിട്ട് അവിടെ നമുക്ക് വേണ്ടി ഒരു പട്ടാളം, ഒരു പുതിയൊരു സംഘടനയൊക്കെ സ്ഥാപിച്ച് അത് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പുറത്തു നിന്ന് പ്രവർത്തിച്ച വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ്. ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ നാഷണൽ ആർമി? ഇന്ത്യൻ നാഷണൽ ആർമി എന്നതിൻ്റെ ഫൗണ്ടർ ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന ഒരു പ്രസ്ഥാനം ആരംഭിച്ചത്. നെക്സ്റ്റ് വൺ, ഹു ഈസ് നോൺ ആസ് അയൺ മാൻ ഓഫ് ഇന്ത്യ? അയൺ മാൻ, ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേലാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ ശേഷം നമ്മുടെ ഇന്ത്യയെ, പല നാട്ടുരാജ്യങ്ങളായി കിടന്നിരുന്ന നമ്മുടെ ഇന്ത്യയെ ഒരുമിപ്പിച്ച് ഇന്ത്യ എന്ന ഒറ്റ രാജ്യമാക്കി മാറ്റാനായിട്ട് ഏറ്റവും കഷ്ടപ്പെട്ട വ്യക്തികളിൽ ഒരാളാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അയൺ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്. സർദാർ വല്ലഭായ് പട്ടേൽ ഈസ് നോൺ ആസ് അയൺ മാൻ ഓഫ് ഇന്ത്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വാസ് ദ പൊളിറ്റിക്കൽ ഗുരു ഓഫ് ഗാന്ധിജി? ആരാണ് നമ്മുടെ ഗാന്ധിജിയുടെ പൊളിറ്റിക്കൽ ഗുരു? ഗാന്ധിജി, നിങ്ങൾക്കറിയാം, ഗാന്ധിജി ആദ്യം വക്കീലായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അതും സൗത്ത് ആഫ്രിക്കയിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇന്ത്യയുടെ ഇന്നത്തെ സ്ഥിതിയെ പറ്റി അറിയാനായിട്ട് ഗാന്ധിജിയെ ഇന്ത്യ നടന്നു കാണൂ എന്ന് പറഞ്ഞ് ഇന്ത്യയെ അറിയാനായിട്ട് ഇന്ത്യയിലേക്ക് ഇറക്കി വിട്ടത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഗുരുവായിട്ടുള്ള ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. അപ്പോൾ നമ്മൾ ഗാന്ധിജിയുടെ പൊളിറ്റിക്കൽ ഗുരു എന്ന് ചോദിച്ചാൽ ഉത്തരം പറയേണ്ടത് ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന ഉത്തരമാണ്. അദ്ദേഹമാണ് ഗാന്ധിജിയെ ഇന്ത്യയുടെ അവസ്ഥ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കൊടുത്തതും ഏത് രീതിയിലുള്ള ഒരു സമരമാണ് ഇനി വേണ്ടത് എന്നൊക്കെ നിർദ്ദേശിച്ചു കൊടുത്തതെല്ലാം ഇദ്ദേഹമാണ്, ഗോപാലകൃഷ്ണ ഗോഖലെ. ഹു ഫോംഡ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി? ആരാണ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഫോം ചെയ്തിട്ടുള്ളത്? ഗോഖലെ. നമ്മുടെ ഗാന്ധിജിയുടെ ഗുരുവായ ഗോപാലകൃഷ്ണ ഗോഖലെയാണ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്നൊരു സ്ഥാപനം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസ്ഥാനം ആരംഭിച്ചിട്ടുള്ളത് ഗോഖലെ തന്നെയാണ്. നെക്സ്റ്റ് വൺ, ഹു വാസ് ഫസ്റ്റ് വുമൺ? ഇന്ത്യാസ് ഫസ്റ്റ് വുമൺ ഗവർണർ? ആരായിരുന്നു ഇന്ത്യയുടെ ഫസ്റ്റ് വുമൺ ഗവർണർ? ആദ്യത്തെ വുമൺ ഗവർണർ ആയിരുന്നത് സരോജിനി നായിഡു ആണ്. സരോജിനി നായിഡു മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കാം. സരോജിനി നായിഡു എന്ന ഒരു നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ എടുക്കുമ്പോൾ സ്ത്രീകൾ പൊതുവെ കുറവാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മുന്നിൽ നിന്നിരുന്ന ഒരു വ്യക്തിയാണ് സരോജിനി നായിഡു. സരോജിനി നായിഡു അറിയപ്പെടുന്ന മറ്റൊരു പേര് കൂടിയുണ്ട്. എന്താണത്? നമ്മുടെ ഫസ്റ്റ് വുമൺ ഗവർണർ എന്നതിലുപരി, ആ ഒരു ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ് എങ്കിൽ പോലും എന്നതിലുപരി നമുക്ക് ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യം അതും നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ എന്നതാണ്. സരോജിനി നായിഡു ഉത്തരമായിട്ട് വരുന്ന മറ്റൊരു ചോദ്യമാണ്, ആരാണ് നമ്മുടെ നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ? ഹു വാസ് നോൺ ആസ് ദ നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ? സരോജിനി നായിഡു തന്നെയാണ് ഇതിനും ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം, ഹു വാസ് നോൺ ആസ് ലോകമാന്യ? ലോകമാന്യ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? തിലക് ആണ് അതിനുത്തരം. ബാലഗംഗാധര തിലകാണ് ലോകമാന്യ എന്നറിയപ്പെടുന്ന വ്യക്തി. നെക്സ്റ്റ് വൺ, ഹു സെഡ് സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ്, ഐ ഷാൾ ഹാവ് ഇറ്റ്? സ്വരാജ്യം, സ്വന്തം രാജ്യം എന്നത് എൻ്റെ ജന്മാവകാശമാണ്, എനിക്കത് വേണം, അല്ലെങ്കിൽ ഞാനത് നേടിയെടുക്കും എന്ന് പറഞ്ഞ വ്യക്തി ബാലഗംഗാധർ തിലകാണ്.
ബാലഗംഗാധര തിലകും അതുപോലെ തന്നെ ഗോഖലെ അവർ തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണെന്നുള്ളത് ഇതിനോട് ചേർന്ന് പറയാം. ബാലഗംഗാധര തിലക് എന്ന് പറയുന്നത് തീവ്രമായിട്ടുള്ളൊരു രീതി, അതായത് നമ്മുടെ സ്വാതന്ത്ര്യ സമരം അല്പം കൂടി രൂക്ഷമായിട്ട് അല്ലെങ്കിൽ തീവ്ര ദേശീയവാദി എന്നൊക്കെ അറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകാണ്. എന്നാൽ ഗോപാലകൃഷ്ണ ഗോഖലെ എന്നറിയപ്പെടുന്ന വ്യക്തി വളരെ സൗമ്യനായിരുന്നു. അദ്ദേഹം ഒരുപാട് പ്രശ്നങ്ങൾക്കൊന്നും പോകാതെ അല്പം മിതവാദി എന്നറിയപ്പെടുന്ന ഗ്രൂപ്പിൽപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഗോഖലെ. എന്നാൽ ബാലഗംഗാധര തിലക് നേരെ ഓപ്പോസിറ്റാണ്. അല്പം അടി ഇടിയൊക്കെ നടത്തിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഇന്ത്യനെ തിരിച്ച് കിട്ടുള്ളൂ എന്നുള്ളൊരു ആശയം മുന്നോട്ട് വെച്ചവരിൽ ഒരാളാണ് ബാലഗംഗാധര തിലക്. നെക്സ്റ്റ് വൺ, ഹു ഫോംഡ് നൗജവാൻ ഭാരത് സഭ. നൗജവാൻ ഭാരത് സഭ എന്നുള്ളൊരു പ്രസ്ഥാനം ആരംഭിച്ച വ്യക്തിയുടെ പേര് ഭഗത് സിംഗ് ആണ്. നിങ്ങൾക്കറിയായിരിക്കും ഭഗത് സിംഗ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഫോട്ടോ ആരും കാണാത്തതായിട്ടുണ്ടാവാറില്ല. നൗജവാൻ ഭാരത് സഭ, ഭഗത് സിംഗ് ആണ് ഈ ഒരു പ്രസ്ഥാനം രൂപീകരിച്ചത്. നമുക്ക് എളുപ്പത്തിൽ ഓർക്കാം, ഭഗത് സിംഗ് ഭാരത് സഭ എന്നുള്ളൊരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ അത് ഭഗത് സിംഗ് ആണെന്ന് പെട്ടെന്ന് ഓർക്കാം. നെക്സ്റ്റ് വൺ, ഹു വാസ് നോൺ ആസ് ക്വീൻ ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ആരാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിലെ ക്വീൻ, രാജ്ഞി എന്നറിയപ്പെടുന്നത്? അരുണ ആസിഫ് അലി. ആ ഒരു സ്ത്രീയാണ് ക്വീൻ ഓഫ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അരുണ ആസിഫ് അലി ഒരുപാട് നേതൃത്വം, അതായത് ഈ ഒരു സ്വാതന്ത്ര്യ സമര സമയത്തൊക്കെ ഒരുപാട് നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തിയാണ്. ബാക്കിയുള്ളവരൊക്കെ ജയിലിൽ പോയ സമയത്ത് അരുണ ആസിഫ് അലിയാണ് നമ്മുടെ ഒരു ദേശീയ പ്രസ്ഥാനത്തെ നയിച്ചത്. ഹു വാസ് നോൺ ആസ് ഗ്രാൻഡ് ഓൾഡ് ലേഡി ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ്. ഗ്രാൻഡ് ഓൾഡ് ലേഡി ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്നതും അരുണ ആസിഫ് അലിയാണ്. ഗാന്ധിജി, നെഹ്റു എന്നിവരൊക്കെ അവസാന സമയങ്ങളിൽ ഒരുപാട് കാലം ജയിലിലായിരുന്നു. ആ സമയത്തൊക്കെ മുന്നോട്ട് വന്ന് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിനെ നയിച്ച വ്യക്തികളിൽ ഒരാളായിരുന്നു അരുണ ആസിഫ് അലി. ഒരു വുമൺ ലീഡർ എന്ന നിലയിൽ അരുണ ആസിഫ് അലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് വൺ, ഹു വാസ് നോൺ ആസ് ഫ്രണ്ടിയർ ഗാന്ധി. ഫ്രണ്ടിയർ ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് ഫ്രണ്ടിയർ ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തി. നെക്സ്റ്റ് വൺ, നെയിം ദ ലീഡർ who fought bravely against the British and was hanged at the age of 23. ആരാണ്, ഏത് ലീഡറാണ് ബ്രിട്ടീഷ് എന്നൊരു ശക്തിക്കെതിരെ പോരാടി 23-ാം വയസ്സിൽ തൂക്കിലേറ്റപ്പെട്ടത്? നെയിം ദ ലീഡർ who fought bravely against the British and was hanged at the age of 23. ആരാണ്? ഭഗത് സിംഗ് ആണ് ആ വ്യക്തി. വെൻ ഡിഡ് ഇന്ത്യ ഗെറ്റ് ഇൻഡിപെൻഡൻസ്. എന്നാണ് നമ്മുടെ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് ലഭിച്ചിട്ടുള്ളത്? എന്നാണ്? ആഗസ്റ്റ് 15, 1947. ആഗസ്റ്റ് 15, 1947 എന്ന ഡേറ്റാണ് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ലഭിച്ച ദിവസം. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യം എന്നത്, ഹു വാസ് ദ ഫസ്റ്റ് ലോ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. നമ്മുടെ ആദ്യത്തെ നിയമമന്ത്രി, ലോ മിനിസ്റ്റർ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു നമ്മുടെ ആദ്യത്തെ നിയമമന്ത്രി, ലോ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അദ്ദേഹം തന്നെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയിട്ടുള്ള വ്യക്തി. വെൻ ഡിഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കം ഇൻ ടു ഇഫക്റ്റ്. എന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി തയ്യാറാക്കി അത് ഇഫക്റ്റിൽ വന്നിട്ടുള്ളത്? ഇത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്. അതിന് ഉത്തരം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ജനുവരി 26, 1915. നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് വീണ്ടും ഒരു 2 വർഷത്തിനും അപ്പുറം കടന്നിട്ടാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി തയ്യാറാക്കിയിട്ടുള്ളത്. ജനുവരി 26, 1915. When
ഈസ് റിപ്പബ്ലിക് ഡേ. നമ്മൾ എന്നാണ് റിപ്പബ്ലിക് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്? ജാനുവരി 16 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആ ദിവസമാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ഹു ഈസ് നോൺ ആസ് ദ ആർക്കിടെക്റ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർക്കിടെക്റ്റ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. അദ്ദേഹമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി തയ്യാറാക്കിയിട്ടുള്ളതും അതിൽ ആവശ്യമായ മാറ്റങ്ങൾ, അതായത് നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉള്ളപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി നമ്മുടെ ഇന്ത്യക്ക് അനുയോജ്യമായിട്ട് ഇന്ത്യ തുടർന്ന് എങ്ങനെയായിരിക്കണം എന്ന് ഒരു സ്വപ്നം കണ്ട് അതിനനുസരിച്ച് എഴുതി തയ്യാറാക്കിയ വ്യക്തിയാണ് ഡോക്ടർ BR അംബേദ്കർ. വിച്ച് കൺട്രി ഹാസ് ദ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ? എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഏറ്റവും വലിയ ഭരണഘടന ഉള്ള ഒരു രാജ്യം ഇന്ത്യയാണ്. ഏറ്റവും വലിയ എഴുതി തയ്യാറാക്കിയ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഒരു രാജ്യം ഇന്ത്യയാണ്. വിച്ച് കൺട്രി ഹാസ് ദ ലാർജസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ? ആൻസർ ഈസ് ഇന്ത്യ. ഹൗ മെനി സ്റ്റേറ്റ്സ് ആർ ദെയർ ഇൻ ഇന്ത്യ? ഇത്ര സംസ്ഥാനങ്ങളാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായിരുന്നത്. നമുക്ക് മുൻപുള്ളതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്ര ഭരണ പ്രദേശങ്ങളുമാണുള്ളത്. ഒരു 2 വർഷം മുമ്പായിരുന്നു ഇത് 29/8/7 എന്ന നിലയിലായിരുന്നു. എന്നാൽ ജമ്മു കാശ്മീരിന് ആ ഒരു പദവി നഷ്ടപ്പെടുകയും അതുപോലെ അതൊരു സംസ്ഥാനമായി മാറുകയും ഇങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് വ്യത്യാസങ്ങൾ വന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ 28 സംസ്ഥാനം 28 സ്റ്റേറ്റ്സ് ആൻഡ് ടെറിട്ടറീസ്, യൂണിയൻ ടെറിട്ടറീസ് ആർ 8. നമുക്ക് പഠിക്കാൻ എളുപ്പമാണ് 8ഉം 28ഉം. നെയിം ദ ലാർജസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. രാജസ്ഥാൻ. രാജസ്ഥാനാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു സംസ്ഥാനം. നെയിം ദ സ്മോളസ്റ്റ് സ്റ്റേറ്റ്. നമ്മുടെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? ഗോവ. ഗോവ ആണ് നമ്മുടെ സംസ്ഥാനങ്ങളിൽ 28 സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറുത് ഗോവ ആണ്. നെക്സ്റ്റ് വൺ നമുക്ക് ടെക്സ്റ്റിൽ തന്നുള്ള ഒരു ചോദ്യമായിട്ടുള്ളത് കൊണ്ടാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിച്ച് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് തമിഴ്നാടു? തമിഴ്നാടു എന്ന സംസ്ഥാനത്തിൻ്റെ ക്യാപിറ്റൽ ഏതാണ്? ചെന്നൈ. ചെന്നൈയാണ് ക്യാപിറ്റൽ ഓഫ് തമിഴ്നാടു. വിച്ച് ഈസ് ദ മെയിൻ ലാംഗ്വേജ് ഇൻ ആന്ധ്രാപ്രദേശ്? ആന്ധ്രാപ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലാംഗ്വേജ്. ആന്ധ്രാപ്രദേശിലും അതുപോലെ ഇപ്പോൾ തെലുങ്കാന എന്ന് പറയുന്ന ഒരു സംസ്ഥാനം കൂടിയുണ്ട്. ആ ഒരു സ്റ്റേറ്റിലും തെലുങ്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരുടെ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത്. മറ്റൊന്ന് നെക്സ്റ്റ് ദ നെയിം ദ മേജർ ഫെസ്റ്റിവൽസ് ഇൻ ഇന്ത്യ. അത് നമുക്ക് ഏത് വേണമെങ്കിൽ എഴുതാം. മേജർ ഫെസ്റ്റിവൽസ് എന്നുള്ളതിൽ നമുക്ക് ഏത് വേണമെങ്കിൽ എഴുതാം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെല്ലായിടത്തും ആഘോഷിക്കുന്ന 3 എണ്ണമാണ് ദീപാവലി, ക്രിസ്മസ്, ഈദ് ഉൽ ഫിത്തർ എന്നിവ. അതുകൊണ്ട് തന്നെ അത് ഉൾപ്പെടുത്തിയെന്ന് മാത്രം. നെയിം ദ മെയിൻ ആർട്ട് ഫോം ഇൻ ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആർട്ട് ഫോം, ഡാൻസ് ഏതാണ്? കഥക്. കഥക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ട് ഫോം ഏതാണ്? നമ്മൾ കഥക് കണ്ടു ഉത്തർപ്രദേശിൽ. അതുപോലെ ആന്ധ്രാപ്രദേശിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കുച്ചിപ്പുടി. കുച്ചിപ്പുടി നമ്മൾ തെറ്റാൻ പാടില്ല. കുച്ചിപ്പുടി എന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലും കഥക് എന്നത് ഉത്തർപ്രദേശിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ട് ഫോംസ് ആണ്. അതുപോലെ നമ്മുടെ കേരളത്തിൽ മോഹിനിയാട്ടം, തമിഴ്നാട് ഭരതനാട്യം, അങ്ങനെ നമ്മുടെ നിയറസ്റ്റ് സ്റ്റേറ്റ്സിലൊക്കെ നമ്മൾ LS പഠിക്കുന്നവർ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. ഹു കമ്പോസ്ഡ് അവർ നാഷണൽ ആന്തം? നമ്മുടെ നാഷണൽ ആന്തം ജനഗണമന എന്ന ആ ഒരു ആന്തം ആരാണ് തയ്യാറാക്കിയിട്ടുള്ളത്? രവീന്ദ്രനാഥ് ടാഗോറാണ് അത് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ നാഷണൽ സോങ്. നാഷണൽ സോങ് എന്ന് പറയുന്നത് വന്ദേ മാതരമാണ്. വന്ദേ മാതരം എന്ന നാഷണൽ സോങ് ആരാണ്
ആ ഒരു വന്ദേ മാതരം തയ്യാറാക്കിയിട്ടുള്ളത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. അദ്ദേഹമാണ് വന്ദേ മാതരം എന്ന സോങ് എഴുതി തയ്യാറാക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തി. തെറ്റെഴുത്. വന്ദേ മാതരമാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. നാഷണൽ ആന്തം ടാഗോർ. ഈ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് രണ്ടും തന്നെ ഒരുപാട് പേർക്ക് തെറ്റുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം നമുക്ക് പറയാനുള്ളത് ടൈമാണ്. നമ്മുടെ നാഷണൽ ആന്തത്തിൻ്റെ ടൈം അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വാട്ട് ആർ ദ പോയിൻറ്റ്സ് ടു ബി കെപ്റ്റ് ഇൻ മൈൻഡ് വൈൽ സിംഗിങ് നാഷണൽ ആന്തം? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമ്മൾ നാഷണൽ ആന്തം പാടുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്? ഫസ്റ്റ് വൺ ഈസ് സ്റ്റാൻഡേർഡ് അറ്റൻഷൻ. നമ്മളിപ്പോഴും അറ്റൻഷനിലായി നിന്നുകൊണ്ടായിരിക്കണം നാഷണൽ ആന്തം ചൊല്ലേണ്ടത്. മറ്റൊന്നാണ് ഇറ്റ് മസ്റ്റ് സിങ്. എത്ര സമയത്തിനുള്ളിലായിരിക്കണം? എല്ലാവർക്കും അറിയാം 52 സെക്കൻഡ്സ്. 52 സെക്കൻഡ്സിനുള്ളിൽ നമ്മുടെ നാഷണൽ ആന്തം ചൊല്ലിത്തീർന്നിരിക്കണം. ഇറ്റ് മസ്റ്റ് സിങ് വിത്തിൻ 52 സെക്കൻഡ്സ്. 52 സെക്കൻഡ് ആണ് അതിൻ്റെ സമയം. അതിനുള്ളിൽ പാടി തീർന്നിരിക്കണം എന്നുള്ളതാണ് നമുക്കിതിൽ ശ്രദ്ധിക്കാനുള്ളത്. റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് നാഷണൽ എംബ്ലം. ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് LSSന് ചോദിച്ചു വരുന്നൊരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ LSSകാർ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒന്നാണ്. കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിൽ പോലും. It was adopted from the pillar at Saranath. It includes 4 lions, elephant, horse and bull. There is Ashoka Chakra. It was 24 spokes. Satyameva Jayate is inscribed in it. സാരാനാഥിലെ പില്ലറിലാണ്, ആ പില്ലറിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇതിൽ നമുക്ക് 4 ആനിമൽസിനെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലയൺ, എലഫൻറ്റ്, ഹോഴ്സ് ആൻഡ് ബുൾ. മറക്കരുത്. 4 ലയൺസ്, എലഫൻറ്റ്, ഹോഴ്സ് ആൻഡ് ബുൾ. ദർ ഈസ് അശോക ചക്ര. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നടുവിലായിട്ട് അശോക ചക്ര. അശോക ചക്ര അതൊരു ചക്രമാണ്. അതിന് കാലെന്ന് പറയും. സ്പോക്സ്. 24 സ്പോക്സാണ് ആ ഒരു അശോക ചക്രത്തിനുള്ളത്. 24 വരകൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാം അശോക ചക്രത്തിന്. അതുപോലെ തന്നെ അതിൽ എഴുതിയിട്ടുള്ള വരി എന്ന് പറയുന്നത് സത്യമേവ ജയതേ. സത്യം മാത്രം ജയിക്കട്ടെ എന്നുള്ളൊരു കോട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടായിട്ട് നമുക്ക് കാണാം. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ നിങ്ങൾക്കായിട്ട്, അതായത് രണ്ടാമത്തെ പാഠത്തിൽ നിന്നും ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന പാഠത്തിൽ നിന്നും നമ്മൾ എടുത്തിട്ടുള്ളത്. നോട്ടിൽ ഇത്രയെങ്കിലും നമുക്ക് വേണം. ഇതിൽ ഒരുപാട് കൂടുതൽ LSSകാർ പഠിക്കണം എങ്കിൽ പോലും ഈ ചോദ്യങ്ങൾ മസ്റ്റാണ്. നമ്മൾ എഴുതിയെടുക്കുക, പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും. ടീച്ചേഴ്സിനും കുട്ടികൾക്കും എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് തന്നെ വിശ്വസിക്കുന്നു. തുടർന്നും ഇത്തരം LSSുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. എല്ലാവർക്കും ഷെയർ ചെയ്യാം. നന്ദി.